ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു മാങ്ങക്കാലത്തൊക്കെ വീട്ടിലെല്ലാവർക്കും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു മാംഗോ സാഗോയാണ് റെഡിയാക്കുന്നത്. അപ്പം ഇതുവരെ ഈ ഒരു റെസിപ്പി ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ജവ്വരിയാണ് വേണ്ടത്. സാബുനരി എന്നൊക്കെ പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അതൊരു അരക്കപ്പ് അളവിലെടുത്തിട്ട് ഇതൊരു 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇത് ഇട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇതിന് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചെറിയ സാബുനരി വേവിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ വെന്ത് കിട്ടില്ല. ഇതിന് എന്തായാലും 25 to 30 മിനിറ്റ് ഒക്കെ വേണ്ടി വരും കേട്ടോ. നോക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അധികം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ എടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു പാലിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ ഒരു ഇത്തിരി ഏലക്കപ്പൊടി 2 ഏലക്ക പൊടിച്ചിട്ടുള്ള പൊടി മതിയാകും. അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ പാല് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് ആ കോൺഫ്ലോർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തുടങ്ങണം. ഒരുപാട് കുറുകി കിട്ടുമൊന്നുമില്ല. കാരണം നമ്മൾ 2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പാലിന് ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്തൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സാബുനരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഇതിൽ കിടന്ന് ബാക്കിയും കൂടെ അങ്ങ് വെന്തോളൂ. ഇനി എന്തെങ്കിലും വേവാൻ ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്തോളും. അങ്ങനെ കുറച്ച് സമയം കൂടെ ചെറിയ തീയിൽ വെച്ച സമയത്ത് ഇത് ഈ ഒരു രീതിയിൽ കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെയൊക്കെ തന്നെ മതിയാകും. ഒരുപാട് കുറുകി പോകേണ്ട ആവശ്യമില്ല. ഇത് തണുത്തതിന് ശേഷം നമ്മൾ എടുക്കുക. അപ്പോഴേക്കും ഒരു ഇത്തിരി കൂടെ കട്ടിയായിക്കോളും. ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ചൂടാക്കുകയോ തിളപ്പിക്കുകയൊന്നും വേണ്ട. നല്ലോണം മിക്സ് ആക്കിയാൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടി പോകണ്ട. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒക്കെ രുചി തന്നെയാണ് മുൻപിൽ നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം മതിയാകും. ഈ ഒരു മിക്സ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റി 2-3 മണിക്കൂറൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കാം. അടുത്തതിന് നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇതുപോലത്തേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എടുക്കുന്ന ആ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര വലിയ മാങ്ങയാണെങ്കിൽ 2 എണ്ണം മുഴുവനായിട്ട് വേണ്ടി വരില്ല കേട്ടോ. 1 മുഴുവനായിട്ട് എടുക്കുക. പിന്നെ 1ൻ്റെ പകുതി എടുത്ത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുകയും ചെയ്താൽ മതിയാകും. അപ്പം ഒരു മാങ്ങ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കും ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാം തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. ഇതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ കുറച്ചുകൂടി നല്ലത് തണുപ്പിച്ചെടുക്കുമ്പോഴാണ്. ഇതിനിപ്പോൾ സെർവ് ചെയ്ത സമയത്ത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു സാബുനരിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് പൊഴിക്കേണ്ട കേട്ടോ. നമ്മൾ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് മുമ്പ് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു ടീസ്പൂൺ മാത്രം മതിയാകും ഇത്. പിന്നെ നമ്മുടെ ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ട്. നല്ല തണുത്തിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കൂട്ട് കുറച്ച് കിട്ടും. അത് ഒരുപാട് കൂടുതൽ വേണ്ട. മാങ്ങ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാത്രമായിരിക്കും കേട്ടോ. അടുത്ത ലെയറിൽ ആ ഒരു സാബുനരി പാലിൻ്റെ മിക്സ് തന്നെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടിയിട്ട് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഒരുപാട് മിക്സ് ആക്കി കഴിഞ്ഞാൽ മാങ്ങ മൊത്തത്തിൽ അങ്ങ് കലങ്ങിയിട്ട് ആ ഒരു രുചി മാത്രമായിരിക്കും. ശരിക്കും ആ ഒരു തേങ്ങാപ്പാലിൻ്റെയും ആ ഒരു സാബുനരി മിക്സിൻ്റെ ഒക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പം 2 ടേസ്റ്റും കൂടെ കിട്ടുമ്പം അടിപൊളിയായിരിക്കും. സാധാരണ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് മാങ്ങ ശരിക്കും ജ്യൂസ് അടിച്ചിട്ട് ആ ഒരു പാലിൻ്റെ കൂട്ടിലേക്ക് മൊത്തത്തിലങ്ങ് മിക്സ് ആക്കിയിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി നന്നായിരിക്കും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതാവുന്ന സമയത്ത് 2ൻ്റെയും ടേസ്റ്റ് കിട്ടും, തേങ്ങാപ്പാലിൻ്റെ ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും എന്നത്തെ പോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്